മസ്തിഷ്ക മരണം സൈമൺസ് മെമ്മറി എന്ന പടം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. കൃഷാന്താണ് ഡയറക്റ്റ് ചെയ്തത്. കൃഷാന്തിൻ്റെ നേരത്തെ പടം അറിയാമല്ലോ, മറ്റേ പുരുഷപ്രേതം എന്നൊക്കെ പറഞ്ഞ പടം ഇറങ്ങിയായിരുന്നു. ഒരു പ്രത്യേക ഒരു മൈൻഡുള്ള ഒരു ഡയറക്ടറാണ്. അതുപോലെ തന്നെയാണ് ഈ പടം ഇറക്കിയത്. 2046 എങ്ങനെ ഇരിക്കും അതാണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് പുള്ളി ആ ഒരു ഉദ്ദേശത്തോടെ അല്ല, സകല സിസ്റ്റത്തിനെയും ട്രോളുക എന്നുള്ളതാണ്, സകല സിസ്റ്റത്തിനും പണി കൊടുക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഉദ്ദേശം. അതായിരുന്നു അതിനകത്ത് ഡയറക്റ്റ് വിജയിക്കുകയും ചെയ്തു. ഒരു വെറൈറ്റി ആയിട്ടോ എന്ന് വെച്ചാൽ പുള്ളി നമ്മുടെ ജുഡീഷ്യറിയെയും പോലീസിനെയും മീഡിയാനെയും ആക്ട്രസിനെയും ആക്ടേഴ്സിനെയും എല്ലാം ശരിക്കും ട്രോളി കൊന്നിട്ടുണ്ട് പടം. അതായിരുന്നു ആൾക്കാർക്ക് എന്ന് വെച്ചാൽ 2046 എങ്ങനെ ഇരിക്കും എന്നതിനേക്കാൾ ഉപരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് പുള്ളി അവരെ ട്രോളുന്നായിരുന്നു ഇഷ്ടപ്പെട്ട. എല്ലാവരും സിസ്റ്റത്തിനെ മുഴുവൻ കളിയാക്കിയാണ് പടം ചെയ്തിരിക്കുന്നത്. കാര്യം കൃഷാന്തിൻ്റെ അറ്റംപ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. കൃഷാന്ത് ചെയ്തൊരു അറ്റംപ്റ്റ്, കൃഷാന്ത് മോഹൻലാലിനെ വെച്ചൊരു പടം എടുക്കുന്നത് കേൾക്കുന്നുണ്ട്. മോഹൻലാൽ ആയാലും തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഒരു ഡേറ്റ് കൊടുക്കണം. അതുപോലെ ഒരു തലയുള്ള ഡയറക്ടറാണ് കൃഷാന്ത്. പുള്ളിയുടെ സോണി മാക്സിൽ പുള്ളിയുടെ ഒരു സീരീസ് വെബ് സീരീസ് ഉണ്ട്. അതൊക്കെ ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. അതും കൂടെ ഒന്ന് നോക്കുക. അതും കിടിലനായിരുന്നു. എന്ന് വെച്ചാൽ നല്ലൊരു ഐഡിയയും ഒരു വിഷനുള്ളൊരു ഡയറക്ടറാണ് കൃഷാന്ത്. നന്നായിട്ടുണ്ട് പടം. എനിക്ക് അതിൻ്റെ ആ അറ്റംപ്റ്റാണ് ഇഷ്ടപ്പെട്ടത്. നമ്മളൊക്കെ വിചാരിച്ചത് 2046 ഒരു രീതിയും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിനകത്തൊക്കെ ഉപരി പുള്ളി ചെയ്തത് ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെങ്ങനെയായിരിക്കും അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അങ്ങനെ അതെടുത്ത് പുള്ളി അതിൽ വിജയിക്കുകയും ചെയ്തു. ഏതായാലും നല്ലൊരു അറ്റംപ്റ്റ്. രതീഷ വിജയനാണ് മെയിൻ റോള് കൈകാര്യം. രതീഷ കലക്കിയിട്ടുണ്ട്. അവസാനത്തെ ക്ലൈമാക്സിലൊക്കെ രതീഷ കലക്കുവാണ് ചെയ്തത്. അതുപോലെ തന്നെ മണിമ്പുഴ രാജുവിൻ്റെ മകനെ ഇവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടം. നല്ലൊരു വിഷനുണ്ട്, നല്ലൊരു ക്ലാരിറ്റിയും എല്ലാം. 2046 നമുക്ക് തീരെ ബഡ്ജറ്റ് കുറച്ചാണോ ഒന്നും നമുക്ക് തോന്നുകയില്ല. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഉഗ്രം പടം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ തന്നെ കാണാൻ മസ്റ്റ് വാച്ചാണ്. അത് അങ്ങനെ അവിടെ കണ്ടാലേ നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഏതായാലും സൂപ്പർ പടം.